ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആയിഷമോൾ കിടന്നുറങ്ങുകയാണേ. അപ്പോൾ ഞാനെന്താ അവൾക്ക് പിരികനൊക്കെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. കണ്ണങ്ങനെ എഴുതാറില്ല, കണ്ണ് തീരെ അങ്ങനെ എഴുതാറില്ല, പിരികനാണ് എഴുതുന്നത്. ഇപ്പം അങ്ങനെ എന്നും പിരികനൊന്നും എഴുതാൻ പറ്റാറില്ല, കാരണം അവൾക്ക് തീരെ ഇഷ്ടമില്ല അപ്പോൾ എഴുതുന്നത്. അപ്പം ഞാൻ നല്ല ഉറക്കത്തിൽ പെട്ടപ്പോൾ ഞാൻ വേഗം എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ പിരികനും പൊട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ചായ കുടിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പെട്ടെന്ന് റെഡി ആയിക്കോ, നേശമോൾ ഉറങ്ങല്ലേ, നമുക്കപ്പോഴേക്കും പോയി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഞാൻ റെഡിയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ ചായ കുടിക്കുകയാണല്ലോ, അപ്പോഴേക്കും ഞാൻ റെഡിയാവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം റെഡിയാവാൻ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം മുടി കെട്ടി, മുടി ഇങ്ങനെ മൊത്തത്തിൽ കെട്ടുകയാണ് ചെയ്തത്. മുടി ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാനെന്താ അങ്ങനെ തന്നെയാണ് കെട്ടിയത്. കാരണം അങ്ങനെ ആകുമ്പോൾ ഒതുങ്ങി കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മുടിയൊക്കെ കെട്ടൽ കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. വേറെ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഞാനെന്താ കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് ഓയിലി ആയിരുന്നു ഫേസ്. അപ്പോൾ കുറച്ച് പൗഡർ ഇട്ടു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ ഒരു പൊട്ടും കൂടി തൊട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഐലൈനർ വെച്ച് തന്നെയാണ് പൊട്ട് കുത്തി കൊടുക്കുന്നത്. ഞാൻ സ്റ്റിക്ക് പൊട്ട് അങ്ങനെ വല്ലാതെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഐലൈനർ വെച്ചിട്ട് തന്നെ ഞാനൊരു പൊട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടുത്തെ കമ്മലിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കമ്മലും കൂടി ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു കമ്മലെടുത്തിട്ടു. അപ്പോൾ അതെനിക്ക് എന്തോ ഭയങ്കര ബോറായിട്ട് ആ ഡ്രസ്സിന് തോന്നി. അപ്പോൾ ഞാൻ അതും ഊരി വെച്ചിട്ട് വേറെ കമ്മലിടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ വേറെ കമ്മലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റഡ് പോലത്തെ കമ്മലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പിന്നെ റെഡി ആയിട്ടാണ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇഷമോൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ബാങ്കിൽ. അപ്പോൾ അന്ന് അവിടുത്തേത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെയും പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പരിപാടിയുള്ളൂ, വേഗം പോയി വരും. അപ്പോൾ ബാങ്കിലെത്തി പ്ലാമന്തോളാണേ. അപ്പോൾ അവിടെ പോയി കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്, പക്ഷേ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പോസ്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്നത് ആ വീട്ടിലൊക്കെ എത്തിയപ്പോൾ ഇഷമോളൊക്കെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കണ്ട് സന്തോഷത്തിലിങ്ങനെ ചിരിക്കുകയാണേ. പിന്നെ ചോറ് കഴിച്ചു, വിശപ്പുണ്ടായിരുന്നു, വേഗം വന്നല്ലോ, എവിടെയും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറൊക്കെ കഴിച്ചു, ഇഷമോൾക്കും കൊടുത്തു. അവൾ ചോറ് അങ്ങനെ കഴിച്ചില്ല കേട്ടോ, ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.